ഹരേ കൃഷ്ണ. എല്ലാ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഓം നമോ ഭഗവതേ വാസുദേവായ. ഹരേ കൃഷ്ണ. എല്ലാ ഭക്തന്മാർക്കും വിനീതമായ പ്രണാമം. എല്ലാവർക്കും ഭഗവത്ഗീത ക്ലാസ്സിലേക്ക് സ്വാഗതം. ഇന്ന് നമ്മൾ ഭഗവത്ഗീതയുടെ 3-ാമത്തെ അധ്യായത്തിലെ 2-ാമത്തെ ശ്ലോകമാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. ഹരേ കൃഷ്ണ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാൻ. വ്യാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഹരേ കൃഷ്ണ. ആരെങ്കിലും 2 ഡിവോട്ടീസ് ഈ ശ്ലോകം വായിക്കുവോ ഒന്ന്? ഹരേ കൃഷ്ണ മാജി. ഹരേ കൃഷ്ണ. വാമിശ്രേണേവ വാക്യേന ബുദ്ധിം മോഹയസീവ മേ തദേകം വദ നിശ്ചിത്യ യേന ശ്രേയോഹമാപ്നുയാം. ഹരേ കൃഷ്ണ. One more devotee, please. ഓക്കെ. ഇതിന്റെ ട്രാൻസ്ലേഷനും പോപ്പോട്ടൊന്ന് വായിക്കുമോ മാതാജി? വേർഡ് ബൈ വേർഡ് വായിക്കണോ മാജി? വേർഡ് ബൈ വേർഡ് വായിക്കുന്നത് നല്ലതാ. ഓക്കെ, വായിക്കാം. ഉം. വ്യാമിശ്രേണേവ ഇവ ദ്വയാർത്ഥം എന്ന് തോന്നുന്ന വാക്യേന വാക്യം കൊണ്ട് മേ ബുദ്ധിം എന്റെ ബുദ്ധിയെ മോഹയസി ഇവ അങ്ങ് മോഹിപ്പിക്കുന്നു എന്ന് തോന്നുന്നു. ഏന യാതൊന്നുകൊണ്ട് അഹം ഞാൻ ശ്രേയം ശ്രേയസിനെ ആപ്നുയാം പ്രാപിക്കും തത് ഏകം ആ ഒന്നിനെ നിശ്ചിത്യ നിശ്ചയിച്ചിട്ട് വധ പറഞ്ഞു തന്നാലും. Translation and purport by His Divine Grace A.C. Bhaktivedanta Swami Srila Prabhupada Teacher. വിവർത്തനം. ദ്വയാർത്ഥങ്ങളുള്ള ഉപദേശങ്ങളാൽ അങ്ങ് എന്റെ ബുദ്ധിയെ അമ്പരപ്പിക്കുന്നു. എനിക്ക് ഏറ്റവും ശ്രേയസ്കരമായതെന്തെന്ന് തീർത്തു പറഞ്ഞു തരൂ. ഭാവാർത്ഥം. കഴിഞ്ഞ അധ്യായത്തിൽ ഭഗവത്ഗീതയ്ക്ക് ഒരാമുഖമായി സാഖ്യയോഗം, ബുദ്ധിയോഗം, ബുദ്ധി കൊണ്ട് ചെയ്യാവുന്ന ഇന്ദ്രിയ നിയന്ത്രണം, ഫലാകാംക്ഷ കൂടാതെയുള്ള കർമ്മം, പ്രാരംഭകന്റെ നില എന്നീ വിവിധ വിഷയങ്ങൾ അടുക്കും ചിട്ടയും കൂടാതെ വിവരിക്കപ്പെട്ടു. അവ ഉൾക്കൊള്ളാനും പ്രവൃത്തിയിൽ വരുത്താനും കുറെ കൂടി ക്രമീകൃതമായ ഒരു രൂപരേഖ ആവശ്യമാണ്. യാതൊരു സാധാരണ മനുഷ്യനും തെറ്റായ വ്യാഖ്യാനം കൂടാതെ സ്വീകരിക്കാവുന്ന വിധത്തിൽ പ്രഥമ ദൃഷ്ട്യ കൂടിപ്പിണഞ്ഞു കിടക്കുന്ന വിഷയങ്ങളുടെ ഇഴ പിരിച്ചെടുക്കാൻ അർജുനൻ ആഗ്രഹിക്കുന്നു. കൃഷ്ണൻ തന്റെ വാഗ്ജാലങ്ങൾ കൊണ്ട് അർജുനനെ ആശയക്കുഴപ്പത്തിലാക്കുവാൻ ഉദ്ദേശിച്ചിരുന്നില്ല. പക്ഷേ പ്രവൃത്തി മാർഗേണയോ നിവൃത്തി മാർഗേണയോ കൃഷ്ണാബോധ പ്രക്രിയ ഉൾക്കൊള്ളുവാൻ അർജുനന് കഴിഞ്ഞില്ല. ഒരു വിധത്തിൽ ഭഗവത്ഗീതയുടെ രഹസ്യം അറിയാൻ ഔത്സുക്യമുള്ള എല്ലാ വിദ്യാർത്ഥികൾക്കും വേണ്ടി തന്റെ ചോദ്യങ്ങളിലൂടെ കൃഷ്ണാബോധത്തിലേക്ക് വഴിയൊരുക്കുകയാണ് അദ്ദേഹം ചെയ്യുന്നത്. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. ഓം അജ്ഞാനാതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാകയാ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീ ഗുരുവേ നമഃ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിതി നാമിനേ. നമസ്തേ സരസ്വതി ദേവേ ഗൗരവാണി പ്രചാരിണേ
निर्विशेष शून्यवादी पाश्चात्य देश तारिणे। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा पंचतत्वात्मकं कृष्णं भक्त रूप स्वरूपकं भक्तावतारं भक्ताख्यं नमामि भक्त शक्तिकम्। कथाञ्जन स्मृतेरस्मिन् दुष्करं सुकरं भवेत् विस्मृते विपरीतं स्यात् श्री चैतन्यं नमामि तं। वाञ्छाकल्पतरुभ्यश्च कृपा सिन्धुभ्य एव च पतितानां पावनेभ्यो वैष्णवेभ्यो नमो नमः। जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासादि गौर भक्त वृंदा। हरे कृष्णा कृष्ण कृष्ण हरे हरे, हरे राम 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 हरे हरे। मूकं करोति वाचालं पंगुं लङ्घयते गिरिं यत्कृपातमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं। हरि ओं तत्सत्। हरे कृष्ण। व्यामिश्रेणेव वाक्येन बुद्धिं मोहयसीव मे तदेकं वद निश्चित्य येन ശ്രേയോഹമാപ്നുയാം. മൂന്നാമത്തെ അധ്യായം കർമ്മയോഗത്തിന്റെ രണ്ടാമത്തെ ശ്ലോകമാണിത്. വളരെ ഇമ്പോർട്ടന്റ് ശ്ലോക. അർജുനൻ പറയുന്നു, ഐ എം കൺഫ്യൂസ്ഡ്, ഞാന് ഐ എം ബിവിൽഡേർഡ്. വ്യാമിശ്രേണ, ഈക്വിവോക്കൽ. വ്യാമിശ്രേണയുടെ വാക്കിന് എന്താ ട്രാൻസ്ലേഷൻ കൊടുത്തിരിക്കുന്നത് മാതാജി? വ്യാമിശ്രേണ. വ്യാമിശ്രേണ എന്നുള്ള വാക്കിന് വേർഡ് ടു വേർഡ് മലയാളം എന്ത് വേർഡാ കൊടുത്തിരിക്കുന്നത്? ഈക്വിവോക്കൽ. എങ്ങനെ പറയാ? അതായത് ഫസ്റ്റ് ഒരു ഇൻസ്ട്രക്ഷൻ പറഞ്ഞ് അതിന്റെ എക്സാക്ട്ലി ഓപ്പോസിറ്റ് ആയിട്ട് ഇനിയൊരു ഇൻസ്ട്രക്ഷൻ പറയുന്നതാണ് ഈക്വിവോക്കൽ ഇൻസ്ട്രക്ഷൻ പറയുന്നത്. അങ്ങനെ ആദ്യം ഒന്ന് പറഞ്ഞ് പിന്നെ ഇനി ഒന്ന് പറയുമ്പോൾ ആൾക്കാർ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആവും. എന്താ വേണ്ട, എന്താ ചെയ്യണ്ട, ഇതിനു മുമ്പ് ഭഗവാൻ ഇങ്ങനെ പറഞ്ഞല്ലോ, ഇപ്പൊ ഇങ്ങനെ പറയുന്നല്ലോ. അങ്ങനെ അതാണ് ഈക്വിവോക്കൽ. വ്യാമിശ്രേണൈവ. അതായത് ഇപ്പൊ നമ്മള് ഒരു എക്സാമ്പിൾ പറയുവാണെങ്കിൽ നമ്മള് പറയും, ഏകാദശി വ്രതം വളരെ നല്ലതാണ്, എല്ലാവരും ഏകാദശി വ്രതം എടുക്കാൻ ശ്രമിക്കണം, ഏകാദശി വ്രതം എടുത്താൽ എല്ലാ പാപങ്ങളും തീരും, ഏകാദശി വ്രതം എടുക്കുന്നത് നല്ലതാണ്. അപ്പോ അങ്ങനെ പറയുന്നുണ്ട്. പിന്നെ ഏകാദശി വ്രതം എടുക്കുന്നവര് നോൺ വെജ് കഴിക്കുന്ന ആൾക്കാരാണെങ്കിൽ അറ്റ്ലീസ്റ്റ് അന്നത്തെ ദിവസം നോൺ വെജ് കഴിച്ചില്ലെങ്കിൽ ഏകാദശി എടുത്തതിന്റെ തുല്യമാണ്. അറ്റ്ലീസ്റ്റ് എല്ലാ ദിവസവും മീൻ കൂട്ടുന്ന ആളാണെങ്കിൽ ഏകാദശി എന്ന് വന്നിട്ട് കഴിക്കരുത് അങ്ങനെ. പിന്നെ അടുത്ത ദിവസം അതേ പ്രഭു ക്ലാസ്സിൽ പറയും, ഏകാദശി എന്നിട്ട് അന്ന് എല്ലാ ഭക്തന്മാരും 25 മാല ജപിക്കണം, എല്ലാ ഭക്തന്മാരും കൂടുതൽ ഭാഗവതവും ഭഗവത്ഗീതയും വായിക്കണം. അപ്പൊ ഈ ഒരു നടുക്കില് ഒരു ഭക്തൻ ഇത് കേൾക്കുന്നുണ്ട്. കഴിഞ്ഞ ദിവസം പറഞ്ഞു നോൺ വെജ് കഴിക്കുന്ന ആള് അറ്റ്ലീസ്റ്റ് മീൻ കൂട്ടാതെ ഇരുന്ന അത് വന്ന് ഏകാദശിയാണ് എന്ന് പറഞ്ഞല്ലോ. അപ്പോ ഇന്ന് പറയുന്നു പ്രഭു 25 മാല ജപിക്കണം, ഭാഗവതം വായിക്കണം, ഭഗവത്ഗീത വായിക്കണം എന്ന് പറയുന്നല്ലോ. അതെങ്ങനെയാ? ഒരേ പേഴ്സൺ തന്നെ ഉണ്ട്. അപ്പോ പ്രഭു ഉപയോഗിച്ചു, പ്രഭുജി യെസ്റ്റർഡേ യു സെഡ് ലൈക്ക് ദാറ്റ്. അപ്പൊ പ്രഭുജി പറഞ്ഞു, സി ഹൂ ആർ ദ ഓഡിയൻസ് യെസ്റ്റർഡേ? യെസ്റ്റർഡേ ദ ഓഡിയൻസ് വെർ ഓൾ ന്യൂ പീപ്പിൾ. അപ്പൊ ന്യൂ പീപ്പിൾ ആവുമ്പോ അവരോട് വന്നിട്ട് സ്റ്റാർട്ടിങ് തന്നെ 25 മാല ജപിക്ക്, ഭാഗവതം ഭഗവത്ഗീത പാരായണം ചെയ്യണം, ഭക്തിയുത സേവനം കൂടുതൽ ചെയ്യണം എന്നെല്ലാം പറയുമ്പോൾ അവർ വന്നിട്ട് ഇറ്റ്സ് വിൽ ബി വെരി ഡിഫിക്കൽട്ട്. അപ്പോ അങ്ങനത്തെ പുതിയ ഓഡിയൻസിന്, അതായത് പുതിയതായിട്ട് ഭക്തി തുടങ്ങുന്നവരോട് പറഞ്ഞു, അറ്റ്ലീസ്റ്റ് ഒരു മാല ജപിക്കൂ, ബാക്കിയുള്ള ദിവസമെല്ലാം ഇത് കഴിക്കുവാണെങ്കിലും നോൺ വെജിറ്റേറിയൻ ഫുഡ് കഴിക്കുവാണെങ്കിലും ഏകാദശി ദിവസം ദയവായിട്ട് അത് അവോയ്ഡ് ചെയ്യണം എന്ന് പറയുമ്പോൾ അപ്പൊ എന്തായി? അവൻ വന്നിട്ട് ഒരു സ്റ്റെപ്പ് മേലെ വരും. ഒരു സ്റ്റെപ്പ്, ഏകാദശി ദിവസം പാപകർമ്മം ചെയ്യത്തില്ല.
പക്ഷേ ഒരു 10 വർഷം മേലെയായിട്ട് പ്രാക്ടീസ് ചെയ്യുന്ന ഒരു ഭക്തന്റെ അടുത്ത് ഇത് പറയേണ്ട ആവശ്യമില്ല. ആ ഭക്തൻ വന്നിട്ട് ഒന്നുകൂടെ പ്യൂരിഫൈ ആവണമെങ്കിൽ അവൻ എന്ത് ചെയ്യണം? അവൻ വന്നിട്ട് കൂടുതൽ ആ പ്രഭു ആ മാതാജി വന്നിട്ട് എന്ത് ചെയ്യണം? കൂടുതൽ നാമം ജപിക്കണം, കൂടുതൽ സേവ ചെയ്യണം, തന്റെ ഇന്ദ്രിയങ്ങളെല്ലാം ഭഗവാന്റെ സേവനത്തിൽ യൂട്ടിലൈസ് ചെയ്യണം. സോ വ്യത്യാസമുണ്ട്. ഒരേ പ്രഭു, ഒരേ ഇൻസ്ട്രക്ഷൻ, ഒരേ വിഷയം, ഏകാദശിയെ കുറിച്ച് തന്നെ. പക്ഷെ 2 ഡിഫറെന്റ് ഇതായിരുന്നു. അപ്പോ അതാണ് ഈക്വിവോക്കൽ. വ്യാമിശ്രേനേവ, ഇവിടെ ഈ പറയുന്ന വ്യാമിശ്രേനേവ വാക്യേന, വ്യാമിശ്രേവേന വാക്യേന. ബിക്കോസ് ഇതിന് മുമ്പില് ഭഗവത്ഗീത കണ്ടൻസ്ഡ് ഫോമില് ശ്രീല പ്രഭുപാദ വന്നിട്ട്, അല്ല, ഭഗവാൻ ശ്രീകൃഷ്ണൻ വന്നിട്ട് കുറെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞിരുന്നു. കുറെ ഇൻസ്ട്രക്ഷൻസ് എല്ലാം പറഞ്ഞിരുന്നപ്പോ അതില് ഹരേ കൃഷ്ണ. അപ്പോ ഒരേ പേഴ്സൺ 2 ഡിഫറെന്റ് ആയിട്ടുള്ള ഇൻസ്ട്രക്ഷൻസ് പറയുമ്പോൾ കൺഫ്യൂസ്ഡ് ആവും. അപ്പോൾ ഇവിടെ വന്നിട്ട് ഭഗവത്ഗീത കണ്ടൻസ്ഡ് സെഷനിൽ വന്നിട്ട് എന്താന്ന് വെച്ചാല്, സെക്കൻഡ് ചാപ്റ്ററില് ഭഗവാൻ വന്നിട്ട് എന്താ പറഞ്ഞ, ഫസ്റ്റ് പറഞ്ഞു കർമ്മയോഗം ചെയ്യുന്നു പറഞ്ഞു, പിന്നെ പറഞ്ഞു ബുദ്ധിയോഗം ചെയ്യുന്നു പറഞ്ഞു. അപ്പോ കർമ്മയോഗം എന്ന് പറഞ്ഞാൽ ഡു യുവർ ഡ്യൂട്ടി. ബുദ്ധിയോഗം ജ്ഞാന ലെവലിൽ നോക്കിയാല്, അതായത് പിന്നെ സ്ഥിതപ്രജ്ഞനെ കുറിച്ച് പറയുന്നു. സ്ഥിതപ്രജ്ഞൻ ആരാണ്, ഒരു ഭക്തൻ ആരാണ്, ഒരു ഭക്തന്റെ ആക്ടിവിറ്റീസ് എല്ലാം എങ്ങനെയായിരിക്കും, ഇതെല്ലാം ചോദിക്കുമ്പോൾ ഒരു സ്ഥിതപ്രജ്ഞൻ ഇങ്ങനെ സംസാരിക്കും, ഇങ്ങനെ നടക്കും, ഇങ്ങനെ അവന്റെ ആക്ടിവിറ്റീസ് ഉണ്ടാവും. അപ്പൊ അതെല്ലാം വരുമ്പോ എന്താന്ന് വെച്ചാല് ഒരു റിനൗൺസിയേഷൻ, അതായത് ഒരു ത്യാഗം അവിടെ വന്നിട്ട് യുദ്ധം വരുന്നില്ല. അങ്ങനത്തെ ഒരു ബുദ്ധിയോഗത്തിലുള്ള ഒരു ഭക്തനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ അപ്പൊ യുദ്ധം വരുന്നില്ല. അപ്പോ അർജുനൻ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആയി. ഫസ്റ്റ് പറഞ്ഞു കർമ്മം ചെയ്യുന്നു, പിന്നെ പറഞ്ഞു കർമ്മം ചെയ്യുന്നു പറഞ്ഞു, പിന്നെ അതിന്റെ കൂട്ടത്ത് ഒരു സ്ഥിതപ്രജ്ഞൻ ഇങ്ങനെയെല്ലാം ഉണ്ടായിരിക്കും എന്ന് പറഞ്ഞ് ഭഗവത്ഗീതയുടെ 2ാമത്തെ അധ്യായത്തില് സ്ഥിതപ്രജ്ഞന്റെ സിംറ്റംസ് എല്ലാം എന്താണെന്ന് ചോദിക്കുമ്പോൾ ഭഗവാൻ കൃഷ്ണൻ വന്നിട്ട് ഡീറ്റെയിൽ ആയിട്ട് എക്സ്പ്ലെയിൻ ചെയ്യുമ്പോൾ അപ്പൊ അർജുനൻ വിചാരിക്കുന്നു, ഓ, ഒരു സ്ഥിതപ്രജ്ഞൻ ഇങ്ങനെ സംസാരിക്കുള്ളൂ, ഇങ്ങനെയാണ് അവൻ ആക്ടിവിറ്റീസ് ഉണ്ടായിരിക്കുള്ളൂ, മറ്റേവർ അജിറ്റേറ്റ് ചെയ്യുന്ന രീതിയിൽ ഉണ്ടാവില്ല. അപ്പൊ അങ്ങനെയെല്ലാം ആവുമ്പോൾ ഞാൻ എങ്ങനെ യുദ്ധം ചെയ്യും? എങ്ങനെ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റും? ഇത്രയും പേര് എങ്ങനെയാണ്? അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? വാട്ട് ഷുഡ് ഐ ഡു? ഐ എം വെരി കൺഫ്യൂസ്ഡ്. അപ്പൊ യുദ്ധം ചെയ്യണോ വേണ്ടേ? ഞാൻ എന്താണ് ചെയ്യേണ്ടത്? അപ്പോ ഭയങ്കര അർജുനൻ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആയി, എന്ത് ചെയ്യേണ്ടത്? ഭയങ്കര കൺഫ്യൂസ് ആവുമ്പോ, അതായത് ചില ഇത് ജനറലി പൊതുവെ വന്നിട്ട് നമ്മള് വലിയ വലിയ ഇപ്പൊ നമ്മുടെ നാട് സൈഡിലെല്ലാം വന്നിട്ട് വലിയ വലിയ ക്ലാസ്സും പ്രഭാഷണവും കാര്യങ്ങളെല്ലാം നടക്കും. അങ്ങനത്തെ ക്ലാസ്സുകളെല്ലാം നടക്കുമ്പോൾ സപ്താഹങ്ങളെല്ലാം നടക്കുമ്പോൾ ആരുമേ ഉണ്ടാവില്ല, ആചാര്യൻ മാത്രം സംസാരിക്കും. പിന്നെ ആരെങ്കിലും 1-2 അമ്മമ്മമാർ കാണും, അല്ലെങ്കിൽ ചില വെരി റെയർ ടു ഫൈൻ ഒരു യൂത്ത് ഒരു യങ്സ്റ്റർ കാണാൻ വളരെ ഡിഫിക്കൽട്ടാ. അപ്പൊ അവരോട് പോയി ചോദിച്ചാല്, പ്രഭാഷണം കേട്ടല്ലോ ഇത്രയും നേരം, എന്ത് മനസ്സിലായി? പ്രഭാഷണം എങ്ങനെയുണ്ടായിരുന്നു? പ്രഭാഷണം സൂപ്പർ അടിപൊളി പ്രഭാഷണം, ഇതുപോലെ ശ്ലോകം ആർക്കും കോട്ട് ചെയ്യാൻ പറ്റില്ല, ഈ വേദം ആ വേദം യദുർവേദം അവിടെ ഇവിടെ നിന്നെല്ലാം ഭയങ്കര കൊട്ടേഷൻ എല്ലാം പറഞ്ഞ് ഒരുപാട് എന്തെല്ലാമോ പറഞ്ഞു പുള്ളി. എന്താ മനസ്സിലായതോ? എന്തെങ്കിലും നമുക്കെന്ത് മനസ്സിലാവും, നമ്മൾ സാധാരണക്കാരല്ലേ, നമുക്കൊന്നും മനസ്സിലാവത്തില്ല, അങ്ങനെ പറഞ്ഞു. അതായത് ഇഫ് യു കാൻറ്റ് കൺവിൻസ് ദം ദെൻ കൺഫ്യൂസ് ദം. ആൾക്കാരെ വന്നിട്ട് ശാസ്ത്രം പറയുന്നതിൽ വന്നിട്ട് കൺവിൻസ് ചെയ്യാൻ പറ്റിയില്ലെങ്കിൽ എന്ത് ചെയ്യാന്ന് വെച്ചാൽ കൺഫ്യൂസ് ചെയ്യാം. കുറെ മനസ്സിലാക്കാൻ പറ്റാത്ത രീതിയിലുള്ള കാര്യങ്ങളെല്ലാം പറഞ്ഞിട്ട് അവസാനം റിസൾട്ട് ഒന്നും ഉണ്ടാവില്ല. അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ ചെയ്യാൻ പാടില്ല. ഇത് ജനറലി ഭഗവാൻ കൃഷ്ണൻ ഓരോരോ വാക്ക് പറയുന്നെന്ന് വെച്ചാല് അതില് ഒരു ഡീപ്പ് മീനിങ് ഉണ്ട്, അത് ചെയ്യാൻ കുറെ കാര്യങ്ങളുണ്ട്. അപ്പൊ ഭഗവാനോട് അർജുനൻ വന്ന് പറയാ, ഐ എം ഡില്യൂഡഡ്, ഐ എം കൺഫ്യൂസ്ഡ്, ഞാൻ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഞാൻ കർമ്മയോഗം ചെയ്യണമോ അല്ല
ബുദ്ധിയോഗം ചെയ്യണമോ, വാട്ട് ഷുഡ് ഐ ഡു? തത് ഏകം വദ നിശ്ചിത്യ. ഏകം, ജസ്റ്റ് ഗിവ് മീ വൺ ഇൻസ്ട്രക്ഷൻ. ഇപ്പൊ 2 ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോ, ഒരേ ആള് 2 ഇൻസ്ട്രക്ഷൻ കൊടുക്കുമ്പോ എന്ന ചെയ്യണം എന്ന ചെയ്യണ്ടെന്ന് എനിക്ക് അറിയുന്നില്ല. അപ്പൊ ജസ്റ്റ് ഗിവ് മീ വൺ ഇൻസ്ട്രക്ഷൻ, ഏകം. തദേകം വദ നിശ്ചിത്യ. നിശ്ചിത രൂപത്തിൽ ഞാൻ ചെയ്യേണ്ട ആ ഒരേ ഒരു ഇൻസ്ട്രക്ഷൻ പറയൂ. ഇപ്പൊ എനിക്ക് ഇത്രയും കാര്യങ്ങൾ ഒന്നിച്ച് കർമ്മയോഗ, ജ്ഞാനയോഗ, ബുദ്ധിയോഗ എല്ലാം പറഞ്ഞ് ഞാൻ ആകെ കൺഫ്യൂസ്ഡ് ആയി. ഇപ്പൊ ഞാൻ വന്നിട്ട് ജ്ഞാനിയെ പോലെ റിനൗൺസ്ഡ് ആയിരിക്കണോ, ഞാൻ യുദ്ധം ചെയ്യാതിരിക്കണോ, അല്ലത് കർമ്മയോഗമാണ് ഞാൻ ചെയ്യേണ്ടതെന്ന് പറഞ്ഞിട്ട് ഞാൻ യുദ്ധം ചെയ്യണോ എന്നുള്ള ഒരു കൺഫ്യൂഷൻ അർജുന വന്നു. അപ്പൊ എന്താ ചെയ്യേണ്ടതെന്ന് ഇങ്ങനെ ചോദിക്കുമായിരുന്നു. അത് ഒരു ഇന്റലിജന്റ് പേഴ്സൺ വന്നിട്ട് അങ്ങനെ ചോദിക്കും. പിന്നെ പറഞ്ഞു, ഏന ശ്രേയോഹമാപ്നുയം. അതായത് അങ്ങനെ ഒരു ഇൻസ്ട്രക്ഷൻ പറയൂ, ആ ഒരു ഇൻസ്ട്രക്ഷൻ ഞാൻ ഫോളോ ചെയ്തിട്ട്, ആ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ട് എന്തായിരിക്കും വെച്ചാൽ, ഇറ്റ് ഷുഡ് ഗിവ് മീ ദ ടോപ്പ് മോസ്റ്റ് ശ്രേയ, ഇറ്റ് മസ്റ്റ് ബി ദ ടോപ്പ് മോസ്റ്റ് വൺ. ആ ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ട് എന്ത് ചെയ്യണം എന്ന് വെച്ചാല്, എനിക്ക് ശ്രേയസ് തരാം. മുമ്പും പറയുന്നത് എന്ന് കാർപ്പണ്യദോഷോ ബഹത സ്വഭാവ പൃച്ഛാമിത്വാം. അതിലെന്താ പറയാ, എനിക്ക് വന്നിട്ട് ശ്രേയസ് തരുന്നത്. അതാണ് അർജുനന്റെ ഒരു ഇമ്പോർട്ടൻറ്റ്. അർജുന വാസ് എ പ്യുവർ ഡിവോട്ടി. അർജുനൻ വന്ന് പ്യുവർ ഡിവോട്ടി ആയതുകൊണ്ട് അർജുനൻ വന്ന് എപ്പോ ഭഗവാന്റെ അടുത്ത് ചോദിച്ചാലും, യെസ് ശ്രേയസ്, എനിക്ക് ശ്രേയസ് തരുന്നത്, ശ്രേയസ് എന്നെ ടോപ്പ് മോസ്റ്റ് ആയിട്ടുള്ള ആക്ടിവിറ്റി ആയിരിക്കണം, എനിക്ക് ഫെയിം തരുന്ന ആക്ടിവിറ്റി ആയിരിക്കണം, അങ്ങനത്തെ ഒരു ആക്ടിവിറ്റി ചെയ്യണം. അപ്പൊ നമ്മൾ എന്താ ചെയ്യണം? പ്രഭു സൺഡേ ക്ലാസ് അടിപൊളി പ്രഭു, നല്ല ക്ലാസ്സാ. സങ്കീർത്തനം സൂപ്പർ പ്രഭു. അത് കഴിഞ്ഞ് പ്രസാദം അതിനെക്കാട്ടിലും സൂപ്പർ പ്രഭു. പക്ഷെ ഈ 16 മാല ജപിക്കാൻ അതെല്ലാം ബുദ്ധിമുട്ടാണ്. നമുക്ക് ഈസി ആയിട്ട് ഭഗവത് ധാമ സേവയൊന്നും ചെയ്യാതെ, എന്താ പറയാ, നാമം ജപിക്കാതെ അങ്ങനെയെല്ലാം പോകാൻ പറ്റുമോ? നമുക്ക് ഈസി ആയിട്ട് വേണം, ഒന്നും ചെയ്യാൻ പാടില്ല. കലിയുഗത്തിൽ എല്ലാവരും ലേസി. മന്ദസുമന്ദമതയോ മന്ദഭാഗ്യാഹി അബുദ്ധ പ്രായേണ അല്പായുഷ സഭ്യ കലോ അസ്മിൻ യുഗേജിന മന്ദസുമന്ദമതയോ മന്ദഭാഗ്യാഹി അബുദ്ധ. ഇപ്പൊ നമുക്ക് എന്ത് വേണം? ഒന്നും ചെയ്യാതെ ഈസി ആയിട്ട് കിട്ടണം. അതെങ്ങനെയാന്ന് വെച്ചാൽ, ഇപ്പൊ നമ്മൾ പോയി അസുഖം ഉണ്ടായിട്ട് ഡോക്ടറെ അടുത്ത് പോയി വേദന എന്ന് പറഞ്ഞ് പെയിൻ കില്ലർ മേടിച്ച് കഴിക്കുന്നതാണ്. അപ്പൊ പെയിൻ കില്ലർ കഴിക്കുമ്പോൾ വന്നിട്ട് പെയിൻ അറിയത്തില്ല, പക്ഷെ അസുഖം വന്നിട്ട് ഗുണമാവില്ല. പക്ഷേ ഒരു ആയുർവേദന്റെ അടുത്ത് പോയാല് അയാൾ എന്ത് പറയുന്ന വെച്ചാല്, 3 months ഇത് നിങ്ങളുടെ വാട്ട് എവർ മേ ദി റീസൺ, കഫം കൂടിയിട്ടുള്ളത് കൊണ്ടാണ്, വാദം കൂടിയിട്ടുള്ളത് കൊണ്ടാണ്, എന്ത് റീസണോ, പിത്തം കൂടിയിട്ടുള്ള അതുകൊണ്ടാണ് ഈ അസുഖം വന്നിട്ടുള്ളത്. അപ്പൊ ഇത് ഇങ്ങനെ ചെയ്യണമെങ്കിൽ ഈ സമയം ഇങ്ങനെ 3 മാസം സ്ട്രിക്റ്റ് ആയിട്ട് പഥ്യം ഫോളോ ചെയ്യണം, കറക്റ്റ് ആയിട്ടുള്ള സമയത്ത് ഭക്ഷണം കഴിക്കണം, കറക്റ്റ് ആയിട്ട് ഉറങ്ങണം, കറക്റ്റ് ആയിട്ട് എഴുന്നേക്കും, ഓൾ ദീസ് തിങ്സ് ഇതെല്ലാം വന്നിട്ട് പറയും. അപ്പൊ ഹി ട്രൈസ് ടു ക്യൂർ ഫ്രം ദ റൂട്ട്. അപ്പൊ നമുക്ക് വന്നിട്ട് ആ വില കൊടുക്കുവാണെങ്കിൽ നമ്മുടെ അസുഖം വന്നിട്ട് ക്യൂർ ആവും. പക്ഷെ നമുക്ക് എന്താ വേണ്ടേ? നമുക്ക് അത് കൊടുക്കേണ്ട വേണ്ട. നമുക്ക് ഷോർട്ട് കട്ട് മെത്തേഡ്, പെയിൻ കില്ലർ കഴിച്ച് നമുക്ക് പെയിൻ അറിയാതിരുന്നാൽ മതി. അത് ഷോർട്ട് കട്ട് ആണ് നമ്മൾ ചെയ്യാൻ ശ്രമിക്കുന്നത്. ഷോർട്ട് കട്ട്, ദർ ഇസ് നോ ഷോർട്ട് കട്ട്. ആക്ച്വലി ഷോർട്ട് കട്ട്സ് വന്ന് എവിടെയുമേ വന്നിട്ട് റിസൾട്ട് തരൂല്ല. ഷോർട്ട് കട്ട് വന്നിട്ട് അപ്പൊ അതായത് ഡയമണ്ട് വേണമെങ്കിൽ ഡയമണ്ടിന്റെ പ്രൈസ് കൊടുക്കണം. ഇല്ല എനിക്ക് 10 രൂപയ്ക്ക് വൈറ്റ് സ്റ്റോൺ വെച്ച കമ്മല് കുറച്ച് ഷൈൻ ചെയ്താൽ മതി എന്ന് വെച്ചാൽ ദെൻ അതിന്റെ വാല്യൂ അത്രേ ഉണ്ടാവുള്ളൂ. ഗോൾഡ് കവറിംഗിന്റെ വാല്യൂ അത്രേ ഉണ്ടാവുള്ളൂ. അപ്പൊ ഡയമണ്ട്, ഇഫ് യു വാണ്ട് ഒറിജിനൽ ഡയമണ്ട്, അതിന്റെ വില കൊടുത്താലേ അത് കിട്ടുള്ളൂ. അതുപോലെ ഇപ്പൊ വന്നിട്ട് ഭക്തിയിലെ മുന്നിലോട്ട് വരണമെങ്കിൽ നമ്മൾ പറഞ്ഞിട്ടുള്ള യമ നിയമങ്ങളെ വന്നിട്ട് പാലിക്കണം. വി ഹാവ് ടു ചാൻറ്റ് 16 റൗണ്ട്സ്. ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം വന്നിട്ട് ചെയ്യണം, ചെയ്യാൻ പാടാത്ത കാര്യങ്ങളെല്ലാം വന്നിട്ട് അവോയ്ഡ് ചെയ്യണം. സോ ദർ ഇസ് എ പ്രിസ്ക്രിപ്ഷൻ, ദർ ഇസ് എ പ്രോസ്ക്രിപ്ഷൻ. പ്രിസ്ക്രിപ്ഷൻ വന്നിട്ട് ഡോക്ടർ പ്രിസ്ക്രൈബ് ചെയ്യുന്ന മെഡിസിൻസ് എല്ലാം കഴിക്കണം. ഓക്കെ, അത് ഗുളിക കറക്റ്റ് വിഴുങ്ങിക്കോളും. ആൻഡ് പ്രോസ്ക്രിപ്ഷൻ, ഡോണ്ട് ഡു ദിസ്, ഇത് ചെയ്യാൻ പാടില്ല, അത് ചെയ്യാൻ പാടില്ല, അങ്ങനെ പാടില്ല, അത് നമ്മൾ ചെയ്യാൻ തയ്യാറായില്ല. ഞാൻ ഗുളികയും കഴിക്കും, അതിന്റെ കൂടെ സ്വീറ്റും കഴിക്കും, ഡയബറ്റിക് ആയിട്ട്. അങ്ങനെ എന്താ പറയാ, ഞാൻ ആ സമയത്ത് 11-12 മണിക്ക് ഞാൻ ഉറങ്ങുള്ളൂ. അങ്ങനെയെല്ലാം ചെയ്താൽ നമുക്ക് പ്രോപ്പർ ആയിട്ടുള്ള റിസൾട്ട് കിട്ടില്ല. അപ്പൊ ദർ ഇസ് എ പ്രോസ്ക്രിപ്ഷൻ. അപ്പൊ എന്ത് ഫോളോ ചെയ്യണം, എന്താണ് നമ്മുടെ ലൈഫിൽ പ്രാക്ടീസ് ചെയ്യേണ്ടത്, അതും നമ്മൾ ചെയ്യാൻ തയ്യാറായിരിക്കണം. സോ അർജുനൻ വന്നിട്ട് ഇപ്പൊ വന്നിട്ട് ഒരു സാധാരണ ഒരാളുടെ അടുത്ത് പോയി പറയുമ്പോ, സാറേ ഇത് തെറ്റാണ്, ഇങ്ങനെയെല്ലാം പാടില്ല എന്ന് പറയുമ്പോ, ഇവൻ ആരാ എന്നെ കറക്റ്റ് ചെയ്യാൻ വരുന്നത്? ഞാനെല്ലാം വലിയ ഭക്താണ്, ഞാൻ രാവിലെ അമ്പലത്തിൽ പോയി കുറിയെല്ലാം വെച്ചിട്ട് കാപ്പി കുടിക്കത്തുള്ളൂ, അങ്ങനെയെല്ലാം മീൻസ് ദേ വിൽ സേ
കുറച്ച് ഈവൻ ഭഗവാന്റെ മുമ്പ് നമസ്കരിക്കാൻ പോലും ഇങ്ങനെ കൈ കെട്ടിയിട്ട് ഇങ്ങനെ നിൽക്കുന്നല്ലാതെ തല വണങ്ങി പ്രണമിക്കില്ല. അങ്ങനെയുള്ള ആൾക്കാരുണ്ട്. കുറച്ച് ഈഗോയിസ്റ്റിക് ആയിട്ടുള്ളവരെല്ലാം അങ്ങനെ ചെയ്യും. പക്ഷെ ഒരു ഭഗവത് ഭക്തൻ വന്നിട്ട് എന്ത് ചെയ്യുന്നു വെച്ചാല്, അർജുനൻ വന്നിട്ട് പ്യുവർ ഡിവൈൻ, ഭക്തോസിമേ സഖാചേതി രഹസ്യമേതദുത്തമം. അതുകൊണ്ടാണ് ഭഗവാനെ വന്നിട്ട് അർജുനൻ വന്ന് സെലക്ട് ചെയ്യാൻ കാരണം എന്താണ്? ഭക്തോസിമേ സഖാചേതി, ഭക്തനും സഖാവുമായത് കൊണ്ട്. സോ ഹി വാസ് ഫ്രീ ഫ്രം ഈഗോ, ഫാൾസ് ഈഗോ, അഹങ്കാരം അവിടെ ഇല്ലായിരുന്നു. അപ്പൊ വന്നിട്ട് അപ്പൊ വന്നിട്ട് എന്ത് ഭഗവാൻ പറഞ്ഞാലും അത് ഫോളോ ചെയ്യാൻ മനസ് സ്ഥിതി തയ്യാറാക്കിയിരുന്നു കൃഷ്ണൻ. എന്ത് പറഞ്ഞാലും ഞാൻ ഫോളോ ചെയ്യും എന്ന് അർജുനൻ വന്നിട്ട് റെഡി ആയിരുന്നു. അപ്പൊ ഭഗവാൻ വന്നിട്ട് പറഞ്ഞു കൊടുത്തു. അർജുനൻ വന്നിട്ട് അത് കറക്റ്റ് ആയിട്ട് അത് ഫോളോ ചെയ്ത് അപ്പൊ അത് അർജുനൻ വന്നിട്ട് പറയുന്നു, ബൈ വിച്ച് ഐ വിൽ അറ്റൈൻ ശ്രേയ. ഇവിടെ അത് തന്നെ പറയുന്നത്, ഏന ശ്രേയോഹം ആപ്നുയാം. ഞാൻ ജസ്റ്റ് ഗിവ് മീ വൺ ഇൻസ്ട്രക്ഷൻ. 2-3 കാര്യങ്ങളെല്ലാം പറഞ്ഞാൽ എനിക്ക് കൺഫ്യൂസ് ആവുന്നു. ഞാൻ ചെയ്യേണ്ട ഏക കാര്യം എന്താണ്? ജസ്റ്റ് ഗിവ് മീ വൺ ഇൻസ്ട്രക്ഷൻ. ആ വൺ ഇൻസ്ട്രക്ഷൻ വന്നിട്ട് എനിക്ക് ശ്രേയസ് തരണം. ആൻഡ് ദാറ്റ് ഷുഡ് ബി ദ ടോപ്പ് മോസ്റ്റ്. ആ ഇൻസ്ട്രക്ഷൻ ഫോളോ ചെയ്തിട്ട്, ഇപ്പൊ അർജുനന് വന്നിട്ട് 2 കാര്യങ്ങൾ ഉണ്ടായിരുന്നു മുമ്പില്. എന്താണ്? ഇനാക്ടിവിറ്റി, അതായത് റിനൗൺസിയേഷൻ, ഒരു ആക്ടിവിറ്റിയും ചെയ്യാതെ. അത് ബുദ്ധിയോഗത്തിൽ അവർ പറയുന്നുണ്ട്. ബുദ്ധിയോഗത്തിലുള്ളവർ വന്നിട്ട് വളരെ സാധുവായിട്ട് സാത്വികമായിട്ട് മറ്റ് ജീവജാലങ്ങൾക്ക് വേദനയൊന്നും കൊടുക്കാത്ത രീതിയിൽ ഉണ്ടാവും. പിന്നെ അടുത്തത് വന്നിട്ട് വികർമ്മ, ഇനിയും വന്നിട്ട് എന്താന്ന് വെച്ചാൽ ഫൈറ്റിംഗ് ആക്ടിവിറ്റി. ഇത് രണ്ടും. അപ്പൊ ഞാൻ എന്താ ചെയ്യണ്ടേ? അപ്പോ ഞാൻ വന്നിട്ട് റിനൗൺസ് ചെയ്യണമെങ്കിൽ അതാണോ ഭക്തിയോഗം? അതാണോ ബുദ്ധിയോഗം? ഞാൻ റിനൗൺസ് ചെയ്യണോ? അപ്പൊ ഞാൻ യുദ്ധം ചെയ്യണോ? ഇല്ല ഞാൻ എല്ലാം ത്യജിക്കണോ? എന്താ വേണ്ടത്? ബിക്കോസ് രണ്ടും ഭഗവാൻ തന്നെയാ പറഞ്ഞത്. സോ അർജുനൻ വിചാരിച്ചു, ഞാൻ ഫൈറ്റ് ചെയ്താൽ അത് വന്ന് വികർമ്മമാണ്, അത് വന്നിട്ട് പാപം കിട്ടും. അർജുനൻ പറയുന്നുണ്ട്, വർണ്ണസങ്കരം ഉണ്ടാവും, പാപം കിട്ടും, എനിക്ക് എന്റെ പിണ്ടദാനം ചെയ്യാൻ ആരും ഉണ്ടാവില്ല. ഇങ്ങനെയെല്ലാം അർജുനൻ അണ്ടർസ്റ്റാൻഡിങ് അതാണ്. അപ്പൊ കൃഷ്ണ ബുദ്ധി വന്നിട്ട് ബെറ്റർ ആണ്, ഇങ്ങനത്തെ കർമ്മം ചെയ്യുന്നതിനെക്കാട്ടിലും ബുദ്ധി വന്ന് ബെറ്റർ ആണെന്ന് പറയുവാണെങ്കിൽ എന്നെ എന്തുകൊണ്ടാണ് ഈ ഘോരകർമ്മത്തിൽ എന്നെ ഇൻവോൾവ് ചെയ്യുന്നത്? ഇഫ് ബുദ്ധി ഈസ് ബെറ്റർ, എന്നെ എന്തുകൊണ്ട് ഈ ഘോരകർമ്മത്തിൽ എന്നെ ഇൻവോൾവ് ചെയ്യുന്നതെന്ന് പറയുമ്പോ അപ്പൊ അപ്പോഴാണ് ഈ സ്ഥിതപ്രജ്ഞന്റെ കാര്യങ്ങളെല്ലാം കേട്ടപ്പോ അർജുനൻ വന്നിട്ട് എന്ത് വേണമെന്ന് അറിയുന്നില്ല കറക്റ്റ് ആയിട്ട്. സോ അപ്പൊ 2-ാമത്തെ അധ്യായത്തില് ഭഗവാൻ വന്നിട്ട് 4 ലെവലിലുള്ള വിഷയങ്ങളെ കുറിച്ച് സംസാരിച്ചു. ഒന്ന് ജ്ഞാനയോഗ, അതായത് ജ്ഞാന യോഗത്തിൽ വന്നിട്ട് റിനൗൺസ്ഡ് ആയിരിക്കുക, ഫൈറ്റിംഗ് ഇല്ല, ജ്ഞാനം നേടുക, അത്രയേ ഉള്ളൂ. പിന്നെ നിഷ്കാമ കർമ്മയോഗ, അതായത് ഫലം ഇച്ഛിക്കുന്നില്ല, നിഷ്കാമ കർമ്മ, ഫലം ഇച്ഛിക്കുന്നില്ല ബട്ട് കർമ്മം ചെയ്യുന്നുണ്ട്. ഓക്കെ, അതായത് മോക്ഷം കിട്ടാൻ വേണ്ടിയിട്ട് ഫൈറ്റ് ചെയ്യുക, ഫലം ഇച്ഛിക്കുന്നില്ല ബട്ട് യുദ്ധകളത്തിൽ വന്നിട്ട് നമ്മൾ മോക്ഷം ഫൈറ്റ് ചെയ്താൽ വന്നിട്ട് നമുക്ക് മോക്ഷം കിട്ടുന്നുള്ള ഒരു അണ്ടർസ്റ്റാൻഡിങ്ങിൽ ഫൈറ്റ് ചെയ്യുക, വേറെ ഒന്നും പ്രതീക്ഷിക്കാതെ ഫൈറ്റ് ചെയ്യുക, അങ്ങനത്തെ. പിന്നെ അടുത്തത് കർമ്മകാണ്ഡ, സ്വർഗത്തിലേക്ക് പോകാൻ വേണ്ടി ഫൈറ്റ് ചെയ്യുക, ഇന്ന കിട്ടാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ ഭഗവാൻ പറയുന്നുണ്ട്, എനിക്ക് സ്വർഗം കിട്ടുമെന്ന് ഭഗവാൻ പറയുന്നുണ്ട്. നീ ഈ കർമ്മം ചെയ്താല്, നീ ഫൈറ്റ് ചെയ്താല് നീക്ക് ഒന്ന് സ്വർഗത്തിൽ എത്തും നീയെ. പിന്നെ ഭഗവാൻ പറയുന്നുണ്ട്, നീ ഒന്ന് നിഷ്കാമ കർമ്മം, ഫലമൊന്നും പ്രതീക്ഷിക്കാതെ നീ വന്നിട്ട് യുദ്ധം ചെയ്യുവാണെങ്കിൽ നിനക്ക് വന്നിട്ട് മോക്ഷം കിട്ടും, നിനക്ക് സ്വർഗം കിട്ടും. പിന്നെ പറഞ്ഞു നീ വന്ന് ഒരു ക്ഷത്രിയനാണ്, നീ വന്നിട്ട് യുദ്ധം ചെയ്തില്ലെങ്കിൽ അത് വന്ന് വികർമ്മമാണ്, അത് വന്ന് പാപമാണ്. ബിക്കോസ് ആസ് എ ക്ഷത്രിയന്റെ കടമ വന്ന് എന്താണ്? യുദ്ധം ചെയ്യേണ്ടത്. അപ്പൊ നീ അത് ചെയ്തില്ലെങ്കിൽ അത് പാപമാണ്. ആസ് എ ക്ഷത്രിയ നിന്റെ ഡ്യൂട്ടി ചെയ്തില്ലെങ്കിൽ പാപമാണ്. ഇപ്പൊ നോക്കിയാൽ ജ്ഞാനത്തെ കുറിച്ച് ബുദ്ധിയോഗത്തിനെ കുറിച്ച് സംസാരിക്കുമ്പോൾ അവിടെ വന്നിട്ട് ഇനാക്ടിവിറ്റി, ഒന്നും ചെയ്യാതെ ശാന്ത സ്വരൂപിയായിരിക്കുന്നത്, ഒരു ഭക്തനായിരിക്കുന്നത്, അത് ഭക്തിയോഗത്തിലുള്ളതിനെ കുറിച്ച്. ബാക്കി എല്ലാമേ നിഷ്കാമ കർമ്മയോഗം കുറിച്ച് സംസാരിക്കുമ്പോഴും അപ്പൊ വന്ന് പറഞ്ഞു യുദ്ധം ചെയ്താൽ മോക്ഷം കിട്ടും. പിന്നെ കർമ്മകാണ്ഡല്ലോ ഇതിൽ നിന്ന് ഭഗവാൻ സംസാരിക്കുമ്പോൾ പറഞ്ഞു, നീ വന്നിട്ട് യുദ്ധം ചെയ്താൽ നിനക്ക് സ്വർഗം കിട്ടും. വികർമ്മ, നീ ചെയ്തില്ലെങ്കിലും നിനക്ക് പാപം കിട്ടും. ഇതെല്ലാം ഭഗവാൻ പറഞ്ഞു റീസൺസ് ആയിട്ട് നീ ഫൈറ്റ് ചെയ്യേണ്ട കാര്യങ്ങൾ എന്താണ്. അപ്പൊ ആദ്യത്തെ മാത്രമാണ് ഇനാക്ടിവിറ്റി, ഒന്നും ചെയ്യാതിരിക്കുന്നത്, ജ്ഞാനയോഗം ബുദ്ധിയോഗത്തിനെ കുറിച്ച് സംസാരിക്കും. പിന്നെ ബാക്കിയെല്ലാം വന്നിട്ട് ആക്ടിവിറ്റി ഉണ്ട്, അതിൽ എല്ലാറ്റിലും ഫൈറ്റിംഗ് ഉണ്ട്. നമ്മുടെ മൂഡാണ് അതിൽ. നമ്മൾ നിഷ്കാമ കർമ്മ ചെയ്യുന്നോ, ഇല്ല കർമ്മകാണ്ഡ ആക്ടിവിറ്റീസിൽ റിസൾട്ട് ഫലം വെച്ചിട്ട് ചെയ്യുന്നോ, ഇല്ല നമ്മള് ഒരു ക്ഷത്രിയനായിരുന്നിട്ട് നമ്മുടെ ആസ് എ
ക്ഷത്രിയ നമ്മൾ ഡ്യൂട്ടി ചെയ്യാതിരുന്നെങ്കിൽ എന്ത് ഫലം കിട്ടും? ഇതെല്ലാം വന്നിട്ട് ഇതെല്ലാം എന്താന്ന് വെച്ചാൽ ആക്ടിവിറ്റി ചെയ്യണം. ബാക്കി എല്ലാത്തിനും വന്നിട്ട് ആക്ടിവിറ്റി ഉണ്ട്. അപ്പൊ അർജുനൻ വന്നിട്ട് ഭയങ്കര കൺഫ്യൂസ്ഡാ. എന്താ ചെയ്യേണ്ട, എന്താ ചെയ്യാൻ പാടാത്തത് എന്ന് ചോദിക്കുമ്പോൾ അപ്പൊ ഭഗവാൻ വന്നിട്ട് പിന്നെ ഇതിനെ വന്നിട്ട് ആൻസേഴ്സ് എല്ലാം ഡീറ്റെയിൽ ആയിട്ട് നമ്മള് വന്നിട്ട് എല്ലാരും എന്റെ കൂടെ ഉണ്ടോ? പറയുന്നത് മനസ്സിലാവുന്നുണ്ടോ? ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ മാതാജി, മനസ്സിലാവുന്നുണ്ട്. അപ്പൊ എന്താന്ന് വെച്ചാല് ഇപ്പോ എന്താന്ന് വെച്ചാൽ ഇപ്പോ ഒരു ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് പറയുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ പറയുന്നത് വന്ന് നമ്മളെ കൊണ്ട് നമുക്കൊരു മൈൻഡ് സെറ്റ് ഉണ്ട്. ഓക്കെ, ഞാൻ ഇന്ന കാര്യങ്ങൾ ഇങ്ങനെയെല്ലാം ചെയ്തിരിക്കും, ഇങ്ങനെ ചെയ്യും എന്ന് എനിക്കൊരു അണ്ടർസ്റ്റാൻഡിങ് ഉണ്ട്. അപ്പൊ എന്റെ അണ്ടർസ്റ്റാൻഡിങ്ങില് എനിക്ക് ഇതെല്ലാം കറക്റ്റ്, ഇതെല്ലാം തെറ്റ്. ഇപ്പൊ എനിക്ക് ഇതെല്ലാം തെറ്റ്. എനിക്ക് എന്റെ മൈൻഡ് സെറ്റ് അതാ. എന്റെ മനസ്സിലാക്കാനുള്ള കഴിവ്, കപ്പാസിറ്റി അനുസരിച്ച് എനിക്ക് വന്നിട്ട് ഇതെല്ലാം തെറ്റ്, ഇതെല്ലാം കറക്റ്റ്. പക്ഷെ എനിക്കൊരു ഇൻസ്ട്രക്ഷൻ വരുന്നുണ്ട്. ആ ഇൻസ്ട്രക്ഷൻ, ആ ഉപദേശം വന്ന് എങ്ങനെയാന്ന് വെച്ചാൽ എനിക്ക് കുറച്ച് ബുദ്ധിമുട്ടാണ് ഫോളോ ചെയ്യാൻ. അപ്പൊ വിചാരിക്കുന്നു, അതെല്ലാം പറ്റുമോ? പ്രാക്ടിക്കലി പോസിബിൾ ആണോ? ഇതെല്ലാം പറ്റുമോ? ഓ, അങ്ങനെയൊന്നുമില്ല എന്ന് വിചാരിക്കുന്നത് ഒരു കാറ്റഗറി. ഇനിയൊരു കാറ്റഗറിയില് ഈ ഇൻസ്ട്രക്ഷൻ ആരാ പറഞ്ഞത്? ബുദ്ധിയില്ലാത്തവൻ പറഞ്ഞതല്ല. ഇതാരാ പറഞ്ഞത്? സാക്ഷാത് ഭഗവാൻ ശ്രീകൃഷ്ണൻ പറഞ്ഞത്. അപ്പൊ അതിലൊരു അർത്ഥമുണ്ട്. അപ്പോ അത് ഞാൻ ഫോളോ ചെയ്യാം. അത് ഇനിയൊരു വേ ഓഫ് അണ്ടർസ്റ്റാൻഡിങ്. അപ്പൊ എനിക്ക് ബുദ്ധിമുട്ടാണ്, അഫ്കോഴ്സ് എനിക്ക് ഇത് ബുദ്ധിമുട്ടാണ്. എനിക്ക് രാവിലെ 4 മണിക്ക് എഴുന്നേൽക്കുന്നത് ബുദ്ധിമുട്ടാണ്. എനിക്ക് നാമം ജപിക്കുന്നത് ബുദ്ധിമുട്ടാണ്. എനിക്ക് പോയി അമ്പലത്തിൽ സേവ ചെയ്യുന്നത് ബുദ്ധിമുട്ടാണ്. പക്ഷെ ഇതെല്ലാം ചെയ്താൽ ഞാൻ വന്നിട്ട് പ്യൂരിഫൈ ആവും. ഭഗവാൻ പറയുന്നുണ്ട്, ഭക്തന്മാർക്ക് ഏത് പകലോ അത് ഭക്തരല്ലാത്തവർക്കൊന്ന് രാത്രി. ഇപ്പോഴത്തെ ഫാഷനാണ് രാത്രി 11, 12, 2 മണിക്കെല്ലാം വന്നിട്ട് ഔട്ടിങ് പോയിട്ട് വരുന്നതും പിന്നെ രാവിലെ 7, 8 മണി വരെ കിടന്ന് ഉറങ്ങുന്നതെല്ലാം ഇപ്പൊ സിറ്റീസിലെല്ലാം വളരെ കോമൺ ആണ്. ഈവൻ മീറ്റിംഗ്സും വർക്കും എല്ലാം കൂടെ രാത്രി ആൾക്കാർ ചെയ്യുന്നുണ്ട്. അങ്ങനെയെല്ലാം ആണ്. പക്ഷെ ശാസ്ത്രം പറയുന്നുണ്ട്, ഭക്തിക്ക് ബെസ്റ്റ് എന്താന്ന് വെച്ചാല് ഒരു ദിവസം തന്നെ 3 ഇതായിട്ട് സെപ്പറേറ്റ് ചെയ്യുമ്പോൾ രാവിലത്തെ സമയം വന്നിട്ട് സത്വഗുണത്തിലും പിന്നെ അത് കഴിഞ്ഞിട്ടുള്ള സമയം രജോ ഗുണത്തിലും രാത്രി കഴിഞ്ഞാല് അത് തമോ ഗുണത്തിലുമാണ്. ഇപ്പൊ നമ്മൾ നോക്കിയാൽ എല്ലാ രീതിയിലുള്ള ക്രൈം കാര്യങ്ങളെല്ലാം നടക്കുന്നത് ഈ രാത്രി സമയത്തിലാണ്. അപ്പൊ നമ്മുടെ ഇന്റലിജൻസ് സ്റ്റോളൻ ബൈ മായ. അപ്പൊ ഒന്നും നല്ല കാര്യം ഒന്നും ആ സമയത്ത് ചെയ്യാൻ പറ്റില്ല. അപ്പൊ എല്ലാ 4 റെഗുലേറ്റീവ് പ്രിൻസിപ്പിൾസ് ബ്രേക്ക് ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും നടക്കുന്നത് ഈ രാത്രി സമയത്താണ്. അതുകൊണ്ട് ശാസ്ത്രം എന്താ പറയുന്നത്? രാത്രി ലേറ്റ് ആയിട്ട് ഉണർന്നിരിക്കാതെ നേരത്തെ കിടന്നുറങ്ങൂ. 8:30, 9 മണിയാകുമ്പോഴത്തേക്ക് വൈൻഡപ്പ് ചെയ്യുകയാണെങ്കിൽ 10 മണിക്ക് മുമ്പ് കിടന്നുറങ്ങി രാവിലെ 4 മണിക്ക് എഴുന്നേറ്റ് ഭക്തി ചെയ്യണം എന്ന് പറയുമ്പോൾ ഇല്ല, ഞാൻ രാത്രി 2-3 മണി വരെ ഉണർന്നിരിക്കും. പിന്നെ രാവിലെ 8 മണിക്ക് ശേഷം 8 മണിക്ക് 9 മണിക്ക് ശേഷം യു ആർ ബിസി ഇൻ യുവർ വർക്ക് ആൻഡ് യു വർക്ക് ലൈക്ക് എ ഡോങ്കി. അപ്പൊ നമുക്ക് വന്നിട്ട് ഭക്തി ചെയ്യാനുള്ള സമയം ഇല്ല. അപ്പൊ ശാസ്ത്രം എന്താ പറയുന്നത്? യെസ്, എനിക്ക് പീസ് ഓഫ് മൈൻഡ് വേണം, എനിക്ക് വന്നിട്ട് സമാധാനവും സന്തോഷത്തോടുള്ള ഒരു ജീവിതം വേണമെങ്കിൽ ഇങ്ങനെ ചെയ്താൽ, ഈവൻ സാധാരണ വൈ ഗോ ഫോർ ഭക്തി, ഈവൻ സാധാരണ ഒരു ഹെൽത്തി ലൈഫിന് എന്താ പറയാ, ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് മേക്സ് എ പേഴ്സൺ ഹെൽത്തി, വെൽത്തി ആൻഡ് വൈസ്. ഏർലി ടു ബെഡ് ആൻഡ് ഏർലി ടു റൈസ് ചെയ്യുമ്പോൾ നമ്മൾ വന്നിട്ട് ഹെൽത്തി ആവും, വെൽത്തി ആവും അങ്ങനെ പറയുന്നുണ്ട്. ഈവൻ ശാസ്ത്ര ലെവലിൽ പോയില്ലെങ്കിലും ഈവൻ നോർമലി ഉള്ള സെയിങ് അത് തന്നെയാണ്. അപ്പോ ഇതെനിക്ക് ബുദ്ധിമുട്ടായാലും നമ്മൾ ഫോളോ ചെയ്യണം. അങ്ങനെ ഫോളോ ചെയ്തില്ലെങ്കിലും കുറച്ച് ദിവസം കഴിഞ്ഞിട്ട് നമുക്ക് അസുഖങ്ങളെല്ലാം വരുമ്പോൾ ഡോക്ടർ എന്താ പറയാ, സമയത്തിന് ആഹാരം കഴിക്കണം, സമയത്ത് കിടന്നുറങ്ങണം, വെറും വയറ്റിൽ ഈ മരുന്ന് കഴിക്കണം. ഇതെല്ലാം പറയുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും? മര്യാദയ്ക്ക് ആ സമയത്ത് എഴുന്നേറ്റ് വെറും വയറ്റ് കഴിക്കാനുള്ള മരുന്നെല്ലാം കഴിച്ച് പിന്നെ അങ്ങനെ. സോ അതുപോലെ ഒരു ഡാമേജ്ഡ് സിറ്റുവേഷൻ വരാതെ അതിന് മുമ്പ് തന്നെ ഒരു ബുദ്ധിമാൻ എന്ത് ചെയ്യുന്ന വെച്ചാൽ, ശാസ്ത്രം ഇതാ പറയുന്നത്, സാത്വിക ഗുണത്തിൽ ഉള്ളെങ്കിൽ ഇത് എനിക്ക് ബുദ്ധിമുട്ടാണ്, എനിക്ക് മനസ്സിലാക്കാൻ പറ്റുന്നില്ല, എന്നെ കൊണ്ട് ഫോളോ ചെയ്യാൻ പറ്റുന്നില്ല, അതുകൊണ്ട് ആ ഇൻസ്ട്രക്ഷൻ തെറ്റാണ് എന്ന് വിചാരിക്കുന്നത് നമ്മുടെ മിസ്റ്റേക്കാണ്. അത് നമ്മുടെ മിസ്റ്റേക്കാണ്. സോ ഭഗവാൻ എസ്പെഷ്യലി ഒരു മോസ്റ്റ് ഇന്റലിജന്റ് പേഴ്സൺ ഭഗവാൻ പറയുന്നത് ഒരു ഇൻസ്ട്രക്ഷൻ വന്നിട്ട് ഒരിക്കലും തെറ്റില്ല. അത് നമ്മൾ ഫോളോ ചെയ്താൽ നമുക്ക് 100% റിസൾട്ട് കിട്ടും. ശീല പ്രഭുപാദ ചെയ്തു, ലോകം മുഴുവനും ഭക്തന്മാരെ ഉണ്ടാക്കി.
നമ്മളെ കൊണ്ട് ചെയ്യാൻ പറ്റിയില്ല എന്ന് വെച്ചാല് അത് വന്നിട്ട് ലോകത്തിലുള്ള എല്ലാവർക്കും ഇല്ല എന്നല്ല. ഭഗവാൻ പറയുന്നത് ഒന്നും എന്താ പറയാ, നമുക്ക് പ്രാക്ടിക്കൽ അല്ലാത്ത കാര്യങ്ങളല്ല. നമ്മൾ വന്നിട്ട് ഒരു റീസൺ പറഞ്ഞ് അതിനെ ഒഴിവാക്കി ശാസ്ത്രം വായിക്കുന്നതോ ഇല്ല രാവിലെ നേരത്തെ എണീക്കുന്നതോ ഇല്ല നാമം ജപിക്കുന്നതോ എല്ലാം. പക്ഷെ വെസ്റ്റേൺ കൺട്രീസിലുള്ളവരെല്ലാം ശീല പ്രഭുപാദ് പറഞ്ഞത് അതുപോലെ കണ്ണടച്ച് ഫോളോ ചെയ്ത് ദേ ഫീൽ റിയലി വെരി ഹാപ്പി. ദേ ഫീൽ റിയലി വെരി ഹാപ്പി. അവരുടെ ജീവിതം മുഴുവനും വളരെ സന്തോഷകരമായിട്ടുള്ളത് കൊണ്ട് അങ്ങനെ ആയപ്പോ അവരുടെ എല്ലാ ബാഡ് ഹാബിറ്റ്സും വിട്ടിട്ട് കംപ്ലീറ്റ്ലി ഭഗവാനെ വന്നിട്ട് ശരണാഗതി ചെയ്തു. പക്ഷെ നമ്മള് നാട്ടിലുള്ളവർ വന്നിട്ട് അത് ചെയ്യാൻ തയ്യാറല്ല. ഇപ്പൊ നമുക്ക് ഫോറിനേഴ്സിനെല്ലാം വന്ന് പഠിപ്പിച്ചു കൊടുക്കുന്നു, നമുക്ക് ഭഗവത്ഗീതയും ഭാഗവതവും പഠിപ്പിച്ചു കൊടുക്കുന്നു. അവരെന്തുകൊണ്ട് സക്സസ്ഫുൾ ആയി? ഭഗവാൻ പറഞ്ഞത് അതുപോലെ കണ്ണടച്ച് ഫോളോ ചെയ്തു. എനിക്ക് പറ്റുമോ? നോ മീറ്റ് ഈറ്റിംഗ്, നോ ഗാംബ്ലിംഗ്, നോ ഇൻടോക്സിക്കേഷൻ, നോ ഇലിസിറ്റ് സെക്സ് എന്നെല്ലാം പറയുമ്പോ നോ മീറ്റ് ഈറ്റിംഗ്, എല്ലാ നേരവും മീറ്റ് കഴിച്ചുകൊണ്ടിരുന്നവരാ. നോ ഇൻടോക്സിക്കേഷൻ, എല്ലാ നേരവും ഇൻടോക്സിക്കേഷൻ ലഹരി പദാർത്ഥങ്ങൾ കുടിച്ച് നമ്മൾ കാപ്പി ചായ കുടിക്കുന്ന മാതിരി അവര് മറ്റേത് കുടിക്കുമായിരുന്നു. നോ ഗാംബ്ലിംഗ്, ചൂതുക്കളി അതെല്ലാം വന്നിട്ട് വളരെ ഇതായി ചെയ്യുമായിരുന്നു. നോ ഇല്ലിസിറ്റ് സെക്സ്, ഇത് വിവാഹ അല്ലാതെ വെളിയിൽ ഒരു ബന്ധം പാടില്ല എന്ന് ശീല പ്രഭുപാദ് പറഞ്ഞു. അപ്പൊ ഇതെല്ലാം വന്ന് ആൾക്കാർ ഫോളോ ചെയ്യാൻ തയ്യാറായിരുന്നു. ഫോളോ ചെയ്തപ്പോ ദി ബിക്കം റിയലി വെരി ഹാപ്പി. പാപകരമായിട്ടുള്ള ജീവിതം പോയ പിന്നെ അവർ ഭയങ്കര ഹാപ്പിയായി ഇതെല്ലാം ഫോളോ ചെയ്തു. അവർ പറഞ്ഞില്ല, ഇതെല്ലാം ഇവിടെ കോമൺ ആണ്, നോൺ വെജ് കഴിക്കുന്നത് വളരെ കോമൺ ആണ്, ഇത് കള്ളു കുടിക്കുന്നത് വളരെ കോമൺ ആണ്, ഇതെല്ലാം നമുക്ക് പ്രാക്ടിക്കലി പറ്റില്ല. they gave a try and they became very very successful. അതുപോലെ ഇവിടെ വന്നിട്ട് നമ്മളെ കൊണ്ട് ഒന്ന് ചെയ്യാൻ പറ്റില്ല എന്ന് വെച്ചാല് that doesn't mean the instruction is wrong. It is because of your inefficiency. നിനക്ക് നീ അത് ചെയ്യാത്തത് കൊണ്ട്, നീ എഫിഷ്യന്റ് അല്ലാത്തത് കൊണ്ട്, നീ അത് പ്രാക്ടീസ് ചെയ്യാത്തത് കൊണ്ട് നിനക്ക് ആ റിസൾട്ട് കിട്ടിയില്ല. പക്ഷെ ഭഗവാൻ പറയുന്ന ഇൻസ്ട്രക്ഷൻസ് വന്ന് ആരെല്ലാം ഫോളോ ചെയ്തോ അപ്പൊ അർജുനൻ വന്നിട്ട് കൺഫ്യൂസ്ഡ് ആണ്. അപ്പൊ ഞാൻ എന്താ ചെയ്യേണ്ടത്? അപ്പൊ പിന്നെ ഭഗവാൻ പറഞ്ഞു കൊടുക്കും. പിന്നെ ബുദ്ധിയോഗം എന്താണെന്നുള്ളത് ഡീറ്റെയിൽഡ് ആയിട്ട് ഭഗവാൻ വന്ന് പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്. അതായത് ഇപ്പൊ നമ്മള് എക്സാമ്പിൾ പറയുമ്പോ ഇൻഡോ പാക് ബോർഡറിൽ വന്നിട്ട് നിൽക്കുന്ന ആൾ വന്നിട്ട് തോക്കെടുത്ത് മറ്റേ എനിമിയെ വന്നിട്ട് കൊല്ലുവാണെങ്കിൽ അതിന് വന്നിട്ട് പാപമില്ല. ഗവൺമെന്റ് വന്ന് റിക്കഗ്നൈസ് ചെയ്യും. ബിക്കോസ് നമ്മൾ വന്നിട്ട് ഗവൺമെന്റിന്റെ നിയമം അനുസരിച്ച് നമ്മുടെ കർത്തവ്യം ചെയ്തത് കൊണ്ട് നമുക്ക് എല്ലാ ശ്രേയസ്സും അവിടെ കിട്ടുന്നുണ്ട്. പരംവീർ ചക്ര അവാർഡ് കിട്ടുന്നുണ്ട്. അതുപോലെ തന്നെയാണ് അർജുനൻ വന്നിട്ട് ഇപ്പൊ യുദ്ധം ചെയ്യുവാണെങ്കിൽ, ഭഗവാന് വേണ്ടിയിട്ട് ചെയ്യുവാണെങ്കിൽ, എനിക്ക് വേണ്ടിയിട്ട് ഞാൻ ചെയ്യുമ്പോൾ അതിന്റെ റിസൾട്ട് വന്നിട്ട് ഞാൻ അനുഭവിക്കേണ്ടത്. എന്റെ സ്വന്തം ഈഗോ കാരണം ഞാൻ ആരെയോ പോയി കൊല്ലുവാണെങ്കിൽ അതിന്റെ റിസൾട്ട് ഞാൻ തന്നെ അനുഭവിക്കണം. പക്ഷെ ഭഗവാന് വേണ്ടിയിട്ട് ഞാൻ വന്നിട്ട് ഒരു കർമ്മം ചെയ്യുമ്പോൾ, ഭഗവാന് വേണ്ടിയിട്ട് നമ്മുടെ ചെയ്യുമ്പോൾ അതിൽ ഒരു പാപവും ഇല്ല. അത് വന്നിട്ട് ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്ന ഓരോ ആക്ടിവിറ്റിയും വന്നിട്ട് ഭക്തിയുത സേവനമാവുന്നുണ്ട്. അത് ഒരു ചെറിയ കാര്യമായാലും അത് വന്നിട്ട് ഇറ്റ് ക്യാൻ ബി കുക്കിംഗ്, ഇറ്റ് ക്യാൻ ബി ക്ലീനിങ്, ഇറ്റ് ക്യാൻ ബി അത് വന്നിട്ട് നമ്മൾ സാധാരണ ദിവസം ചെയ്യുന്ന ആക്ടിവിറ്റീസ് ആവാം. അത് വന്നിട്ട് ഞാൻ വന്നിട്ട് കുക്ക് ചെയ്യുന്നു, അയ്യോ എനിക്ക് കുക്കിംഗ് ചെയ്യണം, രാവിലെ ഈ പിള്ളേരെ സ്കൂളിൽ വിടണം, അങ്ങനെ ചിന്തിച്ചാൽ അതൊരു ബേർഡൻ, അതൊരു ഇത്. രാവിലെ വന്നിട്ട് ഇന്ന് ഭഗവാനെ നമ്മൾ ആരതി ചെയ്ത് ഉണർത്തി, ഇപ്പൊ ഭഗവാനെ വിശക്കും, ഭഗവാനെ വന്ന് എന്തെങ്കിലും ഉണ്ടാക്കി കൊടുക്കണ്ടേ, ഭഗവാനെ എന്തെങ്കിലും വേണ്ട വേഗം ഉണ്ടാക്കണം എന്ന് പറഞ്ഞിട്ടോ ഭഗവാനെ ഉണ്ടാക്കണമെങ്കിൽ ശുദ്ധവൃത്തിയായിട്ട് ഇപ്പൊ കുളിയെല്ലാം കഴിഞ്ഞ് നല്ല ഭഗവാന്റെ നാമം ജപിച്ച് ഉണ്ടാക്കി അത് കൊണ്ടുപോയി ഓഫർ ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഭക്തിയുടെ സേവനമായി. ചെയ്യുന്ന കർമ്മം ഒന്ന് തന്നെയാ. കുക്കിംഗ് അല്ലെങ്കിലും നമ്മൾ കുക്ക് ചെയ്യും, അല്ലെങ്കിലും നമ്മൾ കഴിക്കും. ഇപ്പൊ വന്നിട്ട് ഭഗവാനെ വേണ്ടി ചെയ്യുമ്പോൾ അതേ വന്നിട്ട് ഭക്തിയുടെ സേവനം. അപ്പൊ ഒരു ഭക്തൻ വന്ന് എന്ത് ചെയ്യുന്ന വെച്ചാല് തന്റെ എല്ലാ ആക്ടിവിറ്റീസും ഭക്തിയുത സേവനമായിട്ട് ചെയ്യാൻ ശ്രമിക്കും. മാക്സിമം തന്റെ ഹി വിൽ ട്രൈ ടു ആഡ് കൃഷ്ണ ടു ഹിസ് ലൈഫ്. ഭഗവാൻ ഭഗവത്ഗീതയിൽ പിന്നെ പറഞ്ഞു കൊടുക്കുന്നുണ്ട്, യത് കരോഷി യത് ദശ്നാസി യജ്ജുഹോഷി ദദാസിയത് യത് തപസ്യസി കൗന്തേയ തത്പുരുഷ്വ മദർപ്പണം. നീ എന്തെല്ലാം ചെയ്താലും എന്നെ അർപ്പിച്ച് ചെയ്യുമ്പോൾ അത് വന്നിട്ട് ഭക്തിയുത സേവനമാവുന്നുണ്ട് എന്ന് പറയുന്നുണ്ട്. അപ്പൊ ഒരു ഭക്തൻ വന്ന് എന്ത് ചെയ്യുന്ന വെച്ചാല് എല്ലാം വന്നിട്ട് ഭഗവാനെ സമർപ്പിച്ച് ആക്ടിവിറ്റീസ് ചെയ്യും. അപ്പോ ഒന്നും ചെയ്യാതെ എസ്കേപ്പ് ആയി ഓടുന്നത് ഒരു ഭക്തന്റെ ലൈഫ് സ്റ്റൈൽ അല്ല. ഡിവോട്ടി ഈസ് റെഡി ടു ടേക്ക് ചാലഞ്ചസ് ഫോർ ദ സേക്ക് ഓഫ് കൃഷ്ണ, ഫോർ ദി പ്ലഷർ ഓഫ് കൃഷ്ണ. ഭഗവാൻ തൃപ്തിക്ക് വേണ്ടിയിട്ട്, ഭഗവാനെ തൃപ്തി ചെയ്യാൻ വേണ്ടിയിട്ട് ഒരു ഭക്തൻ വന്നിട്ട് ഒരിക്കലും ഒന്നും ചെയ്യാതെ ഇരിക്കത്തില്ല. എല്ലാവിധമായ റിസ്ക്കും എല്ലാവിധമായ ആക്ടിവിറ്റീസും ഭഗവത് പ്രീതിക്ക് വേണ്ടിയിട്ട് ഭഗവാനെ സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ഒരു ഭക്തൻ വന്ന് ചെയ്യും. അപ്പൊ അതാണ് ബുദ്ധിയോഗം എന്ന് പറയുന്നത്. നീ നിനക്കായിട്ട് ചെയ്യുമ്പോ നീ ഇതെല്ലാം പാപം കിട്ടും,
എന്താ പറയാ, എന്റെ പിതൃക്കൾക്ക് വന്നിട്ട് മോക്ഷം കിട്ടില്ല, അതാ ഇതാന്നല്ല, എന്റെ എല്ലാവരും മരിച്ചു പോയതല്ല. പക്ഷെ ഒരു ക്ഷത്രിയനായിട്ട് ധർമ്മം തു സാക്ഷാത് ഭഗവത് പ്രണീതം, ഭഗവാൻ എന്ത് പറഞ്ഞതോ അത് ധർമ്മം. ആ ധർമ്മത്തിന് സ്ഥാപിക്കാൻ വേണ്ടിയിട്ട് ഒരു ക്ഷത്രിയനായിട്ടുള്ള ഞാൻ വന്നിട്ട് ഇങ്ങനത്തെ കർത്തവ്യങ്ങളെല്ലാം ഞാൻ ചെയ്യും എന്ന് പറഞ്ഞിട്ട് ചെയ്യുമ്പോ നിനക്ക് വന്നിട്ട് ടോപ്പ് മോസ്റ്റ് ശ്രേയസ് കിട്ടുന്നു. കിട്ടിയോ ഇല്ലേ അർജുനന്? ഭഗവത്ഗീത എന്ന് പറഞ്ഞാൽ നമുക്ക് ആകെ ഓർമ്മ വരുന്നത് അർജുനനും കൃഷ്ണനുമാണ്. അർജുനൻ അന്ന് ഭഗവാൻ വന്നിട്ട് എല്ലാ ശ്രേയസും അർജുനൻ എല്ലാവരുടെയും ചോദിക്കുന്നുണ്ട്, ലെറ്റ് മീ ഡു വാട്ട് ഗിവ്സ് ശ്രേയസ്, ദ ടോപ്പ് മോസ്റ്റ്. എനിക്ക് വന്നിട്ട് ലോക്കൽ ചീപ്പ് ക്വാളിറ്റി അതൊന്നും വേണ്ട, എനിക്ക് ശ്രേയസ് തരുന്ന മാതിരിയുള്ള കാര്യങ്ങളെ ഞാൻ ചെയ്യത്തുള്ളൂ. അത് എനിക്ക് ഷോർട്ട് കട്ട് ഈസി മെത്തേഡ് അങ്ങനെ ചോദിച്ചില്ല അർജുനൻ. എനിക്ക് ശ്രേയസ് തരുന്ന ടോപ്പ് മോസ്റ്റ് ആക്ടിവിറ്റി എന്താണെന്ന് ചോദിക്കുമ്പോ അപ്പൊ ഭഗവാൻ പറഞ്ഞു കൊടുത്തു. അത് പ്രകാരം അർജുനന്റെ ജീവിതം നയിച്ചപ്പോ അർജുനന് എല്ലാ ശ്രേയസും കിട്ടി. ആക്ച്വലി അവിടെ വന്നിട്ട് ഭഗവാൻ വിചാരിക്കുവാണെങ്കിൽ ഭഗവാൻ വന്നിട്ട് എന്താ പറയാ, ഒരു കണ്ണ് ഇങ്ങനെ നോട്ടത്തില് ഈ എണ്ണിലടങ്ങാത്ത അണ്ടങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, എത്രയോ ജീവജാലങ്ങൾ സൃഷ്ടിക്കുന്നുണ്ട്, എത്രയോ യൂണിവേഴ്സസ് ഭഗവാൻ വന്ന് സൃഷ്ടിക്കുന്നുണ്ട്. ഇത് എന്താ പറയാ, ഈ അസുറാസും ഈ ഫൈറ്റും ഇതെല്ലാം വന്നിട്ട് ജസ്റ്റ് നത്തിങ്. ഭഗവാൻ വന്നിട്ട് ഒന്നുമേ അല്ല. ബട്ട് ഭഗവാൻ വിചാരിച്ചു എന്റെ ഭക്തന് ശ്രേയസ്, ബിക്കോസ് അവനും ചീപ്പായിട്ടുള്ള കാര്യത്തിന് വന്നിട്ട് സമ്മതിച്ച് നിൽക്കുന്ന ആളല്ല. മൈ ഡിവോട്ടിക്ക് വന്നിട്ട് എല്ലാ ശ്രേയസും കൊടുക്കണം എന്ന് പറഞ്ഞ് ഭഗവാൻ വന്നിട്ട് അർജുനനെ വന്നിട്ട് ഇൻസ്ട്രുമെന്റ് ആക്കി. നിമിത്ത മാത്രം ഭവസവ്യ സാച്ചിൻ, ജസ്റ്റ് ബിക്കം മൈ ഇൻസ്ട്രുമെന്റ് ആൻഡ് ബി ഗ്ലോറിയസ്. ഭഗവാൻ അതാ പറഞ്ഞ്, നീ എന്റെ ഇൻസ്ട്രുമെന്റ് ആയിരുന്നു, നിനക്ക് വന്നിട്ട് എല്ലാ ശ്രേയസും കിട്ടട്ടെ. ആക്ച്വലി അവനല്ലാതെ ഒരു പുൽക്കുടിയും അണങ്ങില്ല. പക്ഷേ ഭഗവാൻ വന്നിട്ട് എല്ലാം നടത്തുന്നത് ഭഗവാനാ. അവിടെ നമ്മൾ ആഗ്രഹിക്കുന്നതും നമ്മൾ ഭഗവാനെ സമർപ്പിച്ച് ചെയ്യുന്നത് മാത്രമാണ് ഭഗവാൻ അവിടെ നോക്കുന്നത്. സോ അത് ചെയ്യാൻ അർജുനൻ തയ്യാറായിരുന്നു. ഇവിടെ അർജുനൻ പറഞ്ഞു എന്താണ്, ഏന ശ്രേയോഹം ആപ്നുയാം, ഏന ശ്രേയോ, എത് ശ്രേയസ് തരുമോ, ദ റിയൽ ബെനിഫിറ്റ് എത് തരുവോ അത് ചെയ്യാൻ ഞാൻ തയ്യാറാണ് എന്ന് പറഞ്ഞ് സമർപ്പണം ചെയ്തു. പിന്നെ അത് എങ്ങനെ ചെയ്യണം എന്നുള്ള ഫെർദർ ഇൻസ്ട്രക്ഷൻസ് വന്നിട്ട് ഇനി വരുന്ന ശ്ലോകത്തില് ഭഗവാൻ വന്ന് പറഞ്ഞു കൊടുക്കുന്നുണ്ട്. സോ നമ്മളും ചീപ്പായിട്ടുള്ള കാര്യത്തിന് വന്നിട്ട് ഇത് ചെയ്യാൻ പാടില്ല. ചില ഗുരുക്കളെല്ലാം പറയുന്നുണ്ട്, എനിക്ക് ഇത്ര ദക്ഷിണ കൊടുത്താൽ മതി മോക്ഷത്തേക്കുള്ള മന്ത്രം ഞാൻ പറയാന്ന്. അവിടെ പോയാൽ ഭയങ്കര എളുപ്പമാണ്, ഇത്ര ദക്ഷിണ ഗുരുജിക്ക് കൊടുത്താലേ നമുക്ക് മോക്ഷപ്രാപ്തിക്കുള്ള മന്ത്രം കിട്ടും. അങ്ങനെയല്ല. മോക്ഷം എന്ന് പറയുന്നത് അത്ര ചീപ്പായിട്ടുള്ള കാര്യമല്ല. ഭക്തിയുത സേവനം ചെയ്യണം, ഭഗവാനെ തൃപ്തിപ്പെടുത്തണം. അത് അങ്ങനത്തെ ചീപ്പ് കാര്യത്തിന് നമ്മൾ വന്നിട്ട് ഇതാകാൻ പാടില്ല. വി ഷുഡ് ബി റെഡി ടു ഡു ദ ടോപ്പ് മോസ്റ്റ് തിങ്. ടോപ്പ് മോസ്റ്റ് തിങ് എന്താണ്? ഭഗവാനെ പ്രീതി ചെയ്യാൻ. അതിന് നമ്മൾ ഷോർട്ട് കട്ട് ഒന്നും ട്രൈ ചെയ്യാതെ എന്താ പറയാ, ഭഗവാന് വേണ്ടി എന്നവും ചെയ്ത് ആത്മസമർപ്പണം ചെയ്യാൻ നമ്മൾ തയ്യാറായിരിക്കണം. അങ്ങനെ ചെയ്ത ഭക്തരെല്ലാം വന്നിട്ട് വളരെ ഫേമസ് ആയിട്ട് നമുക്ക് കാണാൻ പറ്റും. നമ്മുടെ ബലി മഹാരാജാവ് എന്ത് ചെയ്തു? കംപ്ലീറ്റ്ലി സറണ്ടർ ചെയ്തു. ഇതുകൊണ്ട് എനിക്ക് കഷ്ടം വരുന്ന് നമ്മുടെ ശുക്രാചാര്യ പറഞ്ഞിട്ടും പോലും ബലി മഹാരാജാവ് വന്ന് പറഞ്ഞു, നോ, ശാസ്ത്രം പറയുന്ന ഇതാണ്, ഭഗവാൻ പറഞ്ഞ ഇതാണ്, സാക്ഷാൽ ഭഗവാൻ എന്റെ മുമ്പ് വന്ന് ദാനം ചോദിക്കുമ്പോൾ ഞാൻ അത് ചെയ്യാതെ ഹി വാസ് റെഡി ടു ഡു എനിത്തിങ് ഫോർ കൃഷ്ണ. അപ്പൊ ഭഗവാന് വേണ്ടിയിട്ട് ഒരു ഭക്തൻ എന്തും ചെയ്യാൻ, ശ്രേഷ്ഠമായിട്ടുള്ളത് ചെയ്യാൻ തയ്യാറാകണം. നമ്മള് ചുമ്മാ ബോഗസ് ഗുരുസ് ആൻഡ് ബോഗസ് ഫോളോവേഴ്സ് അങ്ങനെ ആവാൻ പാടില്ല. നമ്മൾ വന്നിട്ട് ദി ബെസ്റ്റ് ആയിട്ടുള്ള കാര്യം ചെയ്യണം. അത് ചെയ്യുമ്പോൾ ദി ബെസ്റ്റ് റിസൾട്ട് കിട്ടും, നമുക്ക് ഹയസ്റ്റ് ഡെസ്റ്റിനേഷനും നമുക്ക് കിട്ടും. സോ അർജുനൻ ചെയ്തതുപോലെ നമ്മള് കംപ്ലീറ്റ്ലി ആത്മസമർപ്പണം ചെയ്തിട്ട്, കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ ഇവിടെ പറയുന്നുണ്ട്, ഐ എം ബിവിൽഡേഡ്, എനിക്ക് കൺഫ്യൂഷൻ ഉണ്ട്, അതുകൊണ്ട് കൺഫ്യൂസ് ആയതുകൊണ്ട് ഞാൻ ഇനി എന്റെ കർത്തവ്യം ചെയ്യില്ല. അങ്ങനെയല്ല. കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്റെ ഗുരുവോട് ചോദിച്ച്, എന്റെ സീനിയർ ഗോഡ് ബ്രദേഴ്സ് ഗോഡ് സിസ്റ്റേഴ്സോട് ചോദിച്ച് കൺഫ്യൂഷൻ മാറ്റി ഏറ്റവും ശ്രേഷ്ഠമായിട്ടുള്ള ഭക്തിയുത സേവനം ചെയ്യാൻ നമ്മൾ തയ്യാറാവണം. അങ്ങനെ ചെയ്യുമ്പോൾ അർജുനന് കിട്ടിയ മാതിരി എല്ലാ സക്സസും നമുക്ക് കിട്ടും. അപ്പൊ ഭഗവത്ഗീത എല്ലാം കണ്ടിരുന്ന അവസാനം നമ്മുടെ സഞ്ജയൻ എന്താ പറഞ്ഞ്, എത്ര യോഗേശ്വര കൃഷ്ണോ എത്ര പാർത്ഥോ ധനുർധരഃ തത്ര ശ്രീർവിജയോ ഭൂതിർ ധ്രുവ നീതിർമതിർമമ. അർജുനനെ മാതിരി ഭഗവാൻ പറഞ്ഞ ഇൻസ്ട്രക്ഷൻസ് എല്ലാം നമ്മളും സിൻസിയർ ആയിട്ട് ഫോളോ ചെയ്യുവാണെങ്കിൽ എല്ലാ ഐശ്വര്യവും എല്ലാ ശ്രേയസ്സും എല്ലാം നമുക്ക് കിട്ടും. സോ നമ്മൾ സിൻസിയർ ആയിട്ട് ദി ബെസ്റ്റ്, നമ്മുടെ അടുത്തുള്ള ദി ബെസ്റ്റ് ഭഗവാന് സമർപ്പിക്കാൻ നമ്മൾ തയ്യാറാവണം.
എന്തൊരു കൺഫ്യൂഷൻ ഉണ്ടെങ്കിലും നമ്മുടെ ഗുരുക്കന്മാര് സീനിയർ ഡിവോട്ടീസിന്റെ അടുത്ത് കേട്ട് ചോദിച്ച് മനസ്സിലാക്കി ഭക്തിയുടെ സേവനത്തിന് മുന്നിൽ വരണം. ചീപ്പായിട്ട് ഭക്തി കിട്ടില്ല. യു വിൽ നോട്ട് ഗെറ്റ് എനിത്തിങ് ചീപ്പ് ഇൻ ദിസ് വേൾഡ്. ചീപ്പായിട്ട് കിട്ടിയ ചൈന പ്രോഡക്റ്റ് 2 ദിവസത്തിൽ പോകും. അതുപോലെ തന്നെ ചീപ്പായിട്ട് നമ്മള് ഇത് ചെയ്താൽ മതി അങ്ങനത്തെ വിഷയങ്ങളൊന്നുമില്ല. ഡയമണ്ട് ആണെങ്കിൽ അതിന്റെ വില കൊടുക്കണം. ഭഗവത് പ്രീതി ചെയ്യണം. ഭഗവാന്റെ പ്രീതിക്ക് നമ്മൾ ഒരു പാത്രമാവണം എന്ന് നമ്മളും ഒരു ഇതാവണം എന്ന് വെച്ചാല് അതിന്റെ പ്രൈസ് നമ്മുടെ ആത്മസമർപ്പണം നമ്മൾ തീർച്ചയായിട്ടും ചെയ്യണം. അത് അത്ര ബുദ്ധിമുട്ടൊന്നുമില്ല. ജസ്റ്റ് ആഡ് കൃഷ്ണ ടു യുവർ ലൈഫ്. ശീല പ്രഭുപാദർ അതാ നമ്മളെ പഠിപ്പിച്ചത്. നൈത്തി ഇത് പാടില്ല അതെല്ലാം ഒന്നുമില്ല. ജസ്റ്റ് ആഡ് കൃഷ്ണ ടു യുവർ ലൈഫ്. ദ മോർ യു ആഡ് കൃഷ്ണ ദ മോർ മായ ഗോസ് അവേ. ഭഗവാനെ വന്നിട്ട് കൂടുതൽ നമ്മൾ ലൈഫിൽ ചേർത്തുകൊണ്ട് വരുമ്പോ നമ്മളറിയാതെ തന്നെ നമ്മുടെ അടുത്തുള്ള ചീത്ത സ്വഭാവങ്ങളും ചീത്ത കാര്യങ്ങളും എല്ലാം പോയി ബിക്കോസ് ഭഗവാൻ ഒന്ന് ഇരിക്കേണ്ട സ്ഥലമാണ് നമ്മുടെ ഹൃദയം. അപ്പൊ ഭഗവാൻ നല്ലോണം അത് സാഫാക്കും. നമ്മുടെ ഹൃദയത്തിൽ നല്ലോണം ക്ലീൻ ചെയ്ത് ഭഗവാൻ വന്ന് അവിടെ ഇരിക്കും. ബിക്കോസ് നമ്മൾ അവിടെ ഭഗവാൻ നോക്കുന്നത് ഇവൻ സിൻസിയറായിട്ട് ട്രൈ ചെയ്യുന്നോ, ഇവർ സിൻസിയറായിട്ട് ട്രൈ, അത് മാത്രമേ ഭഗവാൻ നോക്കുന്നുള്ളൂ. അപ്പൊ ആ ഒരു സിൻസിയറിറ്റി നമ്മൾ കാണിക്കുമ്പോൾ ബാക്കി നമുക്ക് വേണ്ട എല്ലാ കാര്യങ്ങളും ഭഗവാൻ തന്നെ അറേഞ്ച് ചെയ്യും. നമ്മുടെ ലൈഫ് ഭയങ്കര സന്തോഷമായിട്ട് ഭയങ്കര ഈസി ആയിട്ടുള്ള. ഇപ്പൊ നമ്മൾ വന്നിട്ട് ഭയങ്കര നമ്മുടെ ലൈഫ് വന്നിട്ട് നമ്മൾ തന്നെ സ്വയം കോംപ്ലിക്കേറ്റഡ് ആക്കുക. പക്ഷെ ഭഗവാനെ സമർപ്പിച്ച് ഗുരുവിനെ സമർപ്പിച്ചുള്ള ഒരു ജീവിതം നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ ലൈഫ് വന്നിട്ട് സിമ്പിൾ ആൻഡ് ഹാപ്പി ആവും. സോ ഈ ഒരു അണ്ടർസ്റ്റാൻഡിങ്ങോടെ കൂടെ നമ്മുടെ ഡിസ്കഷൻ ഇവിടെ സ്റ്റോപ്പ് ചെയ്യാം. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയങ്ങൾ ഉണ്ടെങ്കിൽ കമന്റ്സ് ഉണ്ടെങ്കിൽ പറയാം. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. താങ്ക് യു മാജി. താങ്ക് യു സോ മച്ച്. ഹരേ കൃഷ്ണ. എന്തെങ്കിലും ഡൗട്ട്സോ ഉണ്ടെങ്കിൽ ദയവായി ചോദിക്കണം എല്ലാരും. ഹരേ ഹരേ കൃഷ്ണ മാതാജി. ഹരേ കൃഷ്ണ. മാതാജി നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. എല്ലാം നന്നായിട്ട് തന്നെ മനസ്സിലായി മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ആർക്കെങ്കിലും എന്തെങ്കിലും സംശയം ഉണ്ടോ? ഓക്കെ മാജി. ആർക്കും ഡൗട്ട്സ് ഒന്നും ഇല്ലാന്ന് തോന്നുന്നു. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാതാജി. വളരെ നന്ദി. നല്ല ക്ലാസ് ആയിരുന്നു മാതാജി. വളരെ നന്ദി. നമ്മുടെ പുതിയ ആൾക്കാരാണ് ഭഗവത്ഗീതയിൽ കയറുന്നത്. അതുകൊണ്ട് അവര് ക്ലാസ്സിൽ ഡൗട്ട് ചോദിച്ച് തുടങ്ങിയിട്ടില്ല. എന്തായാലും മാതാജിയുടെ മനോഹരമായ ഈ ക്ലാസ് അവര് റെഗുലറായിട്ട് കേൾക്കുന്നത് കൊണ്ട് തീർച്ചയായിട്ടും അവർക്ക് നാളെ ഡൗട്ടൊക്കെ വരും. നമുക്ക് ക്ലിയർ ആയിട്ട് ചെയ്തു കൊടുക്കാം. ഇന്ന് നന്നായി ക്ലാസ് എടുത്ത മാതാജിക്ക് ഹൃദയത്തിന്റെ ഭാഷയിൽ നന്ദി പറയും. താങ്ക് യു മാതാജി. താങ്ക് യു മാതാജി. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. മാതാജി പ്രഭുവിനും എന്റെ താങ്ക് യു സോ മച്ച്. എല്ലാ വൈഷ്ണവമാർക്കും ഉചിതമായ പ്രണാമം. വാഞ്ചാ കൽപ്പതരുഭ്യശ്ച കൃപാ സിന്ധുഭ്യേവ ച പതിതാനാം പാവനേഭ്യോ വൈഷ്ണവേഭ്യോ നമോ നമഃ. മാതാജി രഥയാത്രയ്ക്ക് വന്നാലും മാതാജി വരുന്ന 5-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണി മുതൽ PMG ഹനുമാൻ ക്ഷേത്രം മുതൽ ഈസ്റ്റ് ഫോർട്ട് വരെ വളരെ വലിയ ഒരു ജഗന്നാഥ രഥോത്സവം മഹാഭാഗ്യം നമുക്ക് ഉണ്ട്. അപ്പൊ അതിന് മാതാജി കുടുംബത്തോടെ വരണം. പ്രഭു എന്നെ വിളിച്ചിരുന്നു, വരുന്നുണ്ടെന്ന് പറഞ്ഞു. എല്ലാ അറേഞ്ച്മെന്റും നമ്മൾ ചെയ്തു തരാം മാതാജി. ദയവായി വന്നാലും. എല്ലാരെയും ക്ഷണിക്കുന്നു. അതേപോലെ ഇന്നിവിടെ പാർട്ടിസിപ്പേറ്റ് ചെയ്യുന്ന എല്ലാ ഭക്തജനങ്ങളെയും ഈ പ്രസ്തുത രഥയാത്രയ്ക്ക് വേണ്ടി ഹൃദയത്തിന്റെ ഭാഷയിൽ ആത്മാർത്ഥമായി സ്വാഗതം ചെയ്യും. വരുന്ന 5-ാം തീയതി ശനിയാഴ്ച വൈകുന്നേരം 4 മണിക്ക് PMG ഹനുമാൻ ക്ഷേത്രം. ദയവായി വന്നാൽ. താങ്ക് യു മാതാജി. ദണ്ഡവത് പ്രണാം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു. ഹരേ കൃഷ്ണ. എല്ലാരെയും സ്വാഗതം ചെയ്യുന്നു. വന്നാലും മാജി എല്ലാ ഡ്യൂട്ടീസും വരണം. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. ഹരേ കൃഷ്ണ. താങ്ക് യു മാഡം. ഹരേ കൃഷ്ണ.